ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പോത്തിൻ്റെ ഹൃദയമാണ് മേടിച്ചേക്കുന്നത്. ഞാനും മമ്മിയും നോമ്പാണ്, ഞങ്ങൾ കഴിക്കില്ല. പക്ഷേ പിള്ളേരും അവനും കഴിക്കും കേട്ടോ. അങ്ങനെ രാവിലെ പോയിട്ട് പോത്തിൻ്റെ ഹൃദയവും പിന്നെ വേറെന്തോ ഒരു സാധനം കൂടെ കൂടിയിട്ടാണ്. അവനാണ് കട്ട് ചെയ്യുന്നതൊക്കെ. കറി വെക്കുന്ന ഡ്യൂട്ടി എൻ്റെയാണ്. അപ്പോൾ അവനത് തകൃതിയായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കരളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ പോത്തിൻ്റെ ഹൃദയം നമ്മളിങ്ങനെ ഈ ഇറച്ചി മേടിക്കുന്ന ടൈമിൽ അവർ ബീഫിൻ്റെ കൂടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ട് തരുമല്ലോ. ചില കടകളിലൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ കരളിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളോ 1-2 എല്ല് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഹൃദയത്തിൻ്റെ ഭാഗങ്ങൾ പതപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുമല്ലോ. അങ്ങനെയൊക്കെ ഇട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഇത് തന്നെയായിട്ട് മേടിച്ചിട്ട് ആദ്യമായിട്ട് കഴിക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് പോത്തിൻ്റെ ഹൃദയം കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എങ്ങനെ ടേസ്റ്റ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞ് ഉണ്ടാക്കി കഴിച്ചപ്പോഴത്തേക്കും നല്ല അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ സാധാരണ നമ്മൾ ബീഫ് വെക്കുന്ന പോലെ തന്നെയാണ് വെച്ചത്. വരട്ടി വെക്കൂലേ, അതുപോലെയാണ് വെച്ചത്. ഇപ്പോൾ ക്രിസ്മസൊക്കെ അടുക്കാനായി. വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ. നിങ്ങൾക്കിത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പം ഞാനിതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഹൃദയത്തിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറിയുള്ളിയും ഒരു ചെറിയ സവോളയും കൂടെ കൂടിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ഇത് ആദ്യമായിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുമോ എന്നൊരു സംശയം കാരണം കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം കുക്കറിൽ വേവിക്കുമ്പോഴത്തേക്ക് അടുക്കി പിടിക്കുമല്ലോ. പക്ഷേ ഇത് പ്രതീക്ഷിച്ച പോലെയല്ല, നല്ല വെള്ളം ഉണ്ടായിരുന്നു. വേവ് നമ്മൾ ബീഫ് വേവിക്കുന്നവരൊക്കെ തന്നെയാണ്. കരള് വേറൊരു ടേസ്റ്റ് അല്ലേ? ശരിക്കും ബീഫിന്റെ ആ ഒരു ഇത് കുടിക്കുന്നല്ല ടേസ്റ്റ്. അപ്പം അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഒന്ന് കുറുകി ആ മൺചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്കും എടുത്ത് ചൂടോടുകൂടി കഴിക്കുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ. അവനും മക്കൾക്കും അങ്ങനെ തന്നെയാണ്. ചൂടോട് കൂടിയിട്ട് നമ്മളത് കറി ആക്കുന്നതിന് മുന്നേ തന്നെ ഏകദേശം ഒന്നായി കഴിയുമ്പോഴത്തേക്കും എടുത്ത് കഴിക്കും. ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നത് അങ്ങനെ. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതാണ് കാണുന്നത്. അവന് ഒരുപാട് എരിവൊന്നും വേണ്ട, അപ്പം ഗ്രേവിയൊന്നും ഇല്ലാതെ അവൻ കഴിക്കുന്നത്. പിന്നെ അനിയൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് അതിന്. ഗ്രേവിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. കരളിൻ്റെയും ബീഫിൻ്റെയും കൂടെ ഇടയിലുള്ളൊരു ടേസ്റ്റാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഞാനത് നന്നായിട്ട് വെള്ളം വറ്റി വന്നപ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കുരുമുളക് പൊടിയും പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇതുപോലെ കഴിക്കുന്നതായിരിക്കും ഒന്നോടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ വരട്ടിയൊക്കെ കഴിക്കില്ല, ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആക്കി കഴിക്കുന്നേക്കാളും കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ട് ആ മസാലയൊക്കെ കൂട്ടി ചേർത്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുമെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ കഴിച്ച് നോക്കിയില്ല. പിന്നെന്താ, അത് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത് ചെറിയൊരു ഹൃദയമായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച് ഒരു 2 കിലോ 2.5 കിലോ ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷേ അത് ചെന്ന് കഴിഞ്ഞപ്പോൾ 1 കിലോ മിച്ചം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൃദയം വരട്ടിയതിൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് കേട്ടോ നമ്മളെടുത്തത്. ഒരുപാട് ഡ്രൈ ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു എന്നാണ് പിള്ളേരും അവനും പറഞ്ഞത്. അപ്പോൾ ക്രിസ്മസിന് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്, വെറൈറ്റിയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.